നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്പർ 1 ആരോഗ്യ വകുപ്പിന് പിഴവ് സംഭവിച്ചോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം മന്ത്രി വീണ ജോർജും പറഞ്ഞത്, പിന്നീട് പാർട്ടി സെക്രട്ടറിയും പാർട്ടി ഒന്നടങ്കം പറയുന്നത് അതിഗുരുതരമായ ആക്രമണമാണ് വീണയ്ക്ക് നേരെ ഉണ്ടായത് എന്നാണ്. എന്നാൽ പല വഴിക്ക് പരിശോധന നടത്തിയിട്ടും വീണയ്ക്ക് അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയത് കൊണ്ടാണോ പിഴവ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, ഇനിയിപ്പോൾ ഉടനെ അമേരിക്കയിലേക്ക് വല്ലതും ഷിഫ്റ്റ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും മന്ത്രിയും കൂട്ടരും പറയുന്നത് ഒരു വാദമാണ്, പക്ഷേ ആരോഗ്യ വകുപ്പിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. വലിയ തമാശയാണ് നമ്മൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഈ ബൂർഷ്വ മെഷീൻ ഇരിപ്പുണ്ട്. അതാണിപ്പോൾ ചതിവ് പറ്റിയിരിക്കുന്നത് CPM-നെ സംബന്ധിച്ച്. MRI സ്കാനർ. ഈ MRI സ്കാനിങ് മെഷീനിൽ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു വീണയുടെ കഴുത്ത്. സ്കാനിങ്ങിൽ ഇന്ന് സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ച മെഡിക്കൽ ബോർഡ് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ആ റിസൾട്ട് കണ്ടിട്ട്. കാരണം ഇന്നലെ ICUവിലാണ് വീണ ജോർജിനെ പ്രവേശിപ്പിച്ചത്. ആ നിമിഷം മുതൽ ട്രിപ്പ് കൊടുക്കുന്നുണ്ട്, മറ്റെല്ലാ ബേസിക് സപ്പോർട്ടും വീണ ജോർജിന് കൊടുക്കുന്നുണ്ട്. പരിപൂർണ സുരക്ഷയും സംരക്ഷണവും ഒരുക്കി ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇത്ര ഗുരുതരമായ ആരോഗ്യ സ്ഥിതിവിശേഷമുള്ള ഒരാളുടെ കഴുത്ത് വളരെ നോർമലായിരിക്കുന്നു. ഈ പരിശോധനയിൽ MRI പരിശോധനയിൽ അവരുടെ കഴുത്തിന് കാര്യമായി ഒരു തകരാറുമില്ല. അപ്പോൾ എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? വീണ പറയുന്നു കഴുത്ത് ഏകദേശം ഒടിഞ്ഞ് ഒരു പരുവമായ നിലയ്ക്കാണ് ആശുപത്രിയിൽ എത്തിയപ്പോൾ വീണയുടെ പെരുമാറ്റവും ആ മുഖഭാവവും ഒക്കെ കണ്ട് നമ്മൾ പോലും നടുങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ ഒരു കോളർ വെച്ച് കഴുത്ത് നേരെ പിടിച്ചു. വളരെ അത്യാസന്ന നിലയിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഡോക്ടർമാരെ സംബന്ധിച്ച് അവർക്ക് ചില പ്രൊസീജിയറുകളുണ്ട്. അത് പൂർണ്ണമായി പാലിച്ചില്ല എങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന ഒരു ആരോപണം ഈ ഡോക്ടർമാർ നേരിടും. അതുകൊണ്ടാണ് ആദ്യം എക്സ്റേ പരിശോധന നടത്തി. എക്സ്റേയിലൊന്നും തെളിഞ്ഞില്ല. എക്സ്റേയിലൊന്നും കാണാതെ വന്നപ്പോൾ പിന്നീട് MRI സ്കാനിങ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത്ര ഗുരുതരമായ ഒരു അപകടം പറ്റിയ രോഗി ആശുപത്രിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര പരിശോധനകൾ നടത്തിയില്ല എങ്കിൽ ഡോക്ടർമാർക്കെതിരെ മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് വരും. ഇവിടെ ഒരു മന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ്. നേരത്തെയും ഇത്തരം നെഗ്ലിജൻസുകൾ കണ്ട, പക്ഷെ അതൊക്കെ സാധാരണക്കാരാണ്. കത്രിക വയറ്റിൽ വെച്ച് തുന്നിപ്പിടിപ്പിക്കുന്നു, കൈ മാറി കാല് മാറി കൈക്ക് സർജറി നടത്തി കൈ മുറിച്ച് കളയുന്നു. ഇതൊക്കെ പാവങ്ങളല്ല, സാധാരണക്കാരൻ്റെ കാര്യം. അതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നും അധികൃതർ ശ്രദ്ധിക്കില്ല. ഇവിടെ മറിച്ചാണ്. പ്രതിപക്ഷം കണ്ണുനട്ടിരിപ്പുണ്ട്. പക്ഷേ MRI പരിശോധന റിസൾട്ട് പുറത്തു വന്നതോടെ ഇപ്പോൾ പ്രതിപക്ഷം സടകുടഞ്ഞെഴുന്നേറ്റു. ഡോക്ടർമാർക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരു പരുവത്തിലാണ്. അവരിപ്പോൾ MRI റിസൾട്ട് പരിശോധിച്ചപ്പോൾ അതിലെന്താണ് കണ്ടെത്തിയത് എന്ന് കേരളത്തോട് വെളിപ്പെടുത്തുന്നു. അവരുടെ ഡിസ്ക് ചെറുതായിട്ട് ബൾജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഞരമ്പ് അവിടെ പ്രസ്സായി ഒരു നീർക്കെട്ട് കഴുത്തിനെ ബാധിച്ചിട്ടുണ്ട്. ഈ ഡിസ്ക് കൊളാപ്സ് ചെയ്യുക എന്നൊക്കെ പറയും നമുക്ക്. ഇത് സാധാരണ ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കും എല്ലാവർക്കും ഉണ്ടാകും. എങ്കിലും 10-40 വയസ്സ് കഴിഞ്ഞാൽ മിക്ക സ്ത്രീകൾക്കും ഈ നടുവേദന, കഴുത്തിന് വേദന, സ്പോണ്ടിലൈറ്റിസ് അല്ലെ സ്പോണ്ടിലോസിസ്, നടുവേദനയൊക്കെ വളരെ കോമൺ ആണ്. അത്തരമൊരു പ്രതിഭാസം നമ്മുടെ ആരോഗ്യമന്ത്രിയെ ബാധിച്ചിരിക്കുന്നു. കഴുത്തിൽ ഡിസ്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോഴുണ്ടായ അപകടത്തെ തുടർന്നൊന്നുമല്ല, ഇപ്പോഴുണ്ടായ ആക്രമണത്തെ തുടർന്നുമല്ല. ഇത് നേരത്തെ തന്നെ ഉള്ളതാണ് എന്ന് ഈ റിസൾട്ട് പരിശോധിച്ച ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ്. അതുകൊണ്ടിത് നിസ്സാരമായി കാണാൻ നമുക്ക് കഴിയില്ല. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാവാം ഒരു സ്പോണ്ടിലൈറ്റിസ് ബാധിച്ച ഒരു രോഗി ഇങ്ങനെ ICUവിൽ ഇത്ര കൃത്യതയോടെ പരിപാലിക്കുന്നത്. നമ്മുടെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു വിജയം തന്നെയാണ്, ആരോഗ്യവകുപ്പിൻ്റെ ഒരു വിജയം തന്നെയാണ്. ഇത്ര കീനായി ഒരു കഴുത്തിന് വേദന വന്ന രോഗിയെ പരിപാലിക്കുന്ന രംഗം, അത് നമുക്ക് കൂടുതൽ ആവേശം പകരുന്നു. ഇനി സാധാരണക്കാർക്ക് ഇത്തരം പരിചരണം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നിരവധി സ്ത്രീകളെ, നമ്മുടെ ചുറ്റുമുള്ളവരെ, അമ്മമാരെ, സഹോദരിമാരെ ഒക്കെ അറിയാം ഇത്തരം കഴുത്തിന് വേദനയുമായി ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്നവരെ. ഈ വീണയ്ക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, കഴുത്തിന് വേദന, കൈക്കൊരു തരിപ്പ്, കഴുത്തിന് ഇത്തരം ഈ സ്പോണ്ടിലൈറ്റിസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി കൈക്കൊക്കെ ചെറിയ തരിപ്പും വേദനയൊക്കെ അനുഭവപ്പെടും. ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയാണ് പാർട്ടി നേരിടുന്നത്. കാരണം ഇന്നലെ കേരളം കത്തിച്ചു, വലിയ പ്രതിഷേധവുമായി പുറത്തേക്കിറങ്ങി. ആ നിമിഷം മുതൽ പ്രതിപക്ഷം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, തെളിവ് എവിടെ? AKG സെൻട്രൽ ചില ആലോചനകളൊക്കെ നടന്നിരുന്നു. ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചായിരിക്കാം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നുണ്ട്. കാരണം ഇത് AIയുടെ കാലമാണല്ലോ. പുറത്തു വന്ന ഒരൊറ്റ വീഡിയോയിൽ
വീണ ജോർജിനരികിലേക്ക് KSU പ്രവർത്തകർ എത്തുന്ന ഒരു രംഗവുമില്ല. അതാണ് പാർട്ടി ഇത്രയധികം തളർത്തിയത്. ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ പരിശോധനയെ ഒരു പക്ഷേ പാർട്ടി തള്ളിപ്പറയും. MRI സ്കാനിങ് മെഷീൻ കേരളത്തിൽ നിരോധിക്കണമെന്ന് ഒരു പക്ഷേ ആവശ്യപ്പെട്ടേക്കാം. കാരണം ഈ മെഷീൻ ഒരു ബൂർഷ്വാ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഇത്തരം തൊഴിലാളി വർഗ വിരുദ്ധ മെഷീനാണ്. അതൊക്കെ അത്ര കണ്ട് അംഗീകരിക്കാനിടയില്ല ഇനി CPM. കാരണം അവരുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായി ഒരൊറ്റ മെഷീൻ പൊളിച്ചെടുക്കി. അതാണ് ഈ മെഷീൻ ഇത്രയധികം വെറുക്കപ്പെടാനുള്ള കാരണം. വീണ ജോർജിനെ സംബന്ധിച്ച് ഇനി ആശുപത്രിയിൽ നിന്ന് എങ്ങനെ മുങ്ങും? ആശുപത്രിയിൽ എപ്പോഴും ഇത്തരം കേസുകളിൽ ഈ പുറകുവശത്തെ വാതിലൂടെ രക്ഷപ്പെടുകയാണ് പതിവ്. കാരണം മുൻവശത്ത് മുഴുവൻ ചാനലുകൾ ഇങ്ങനെ ക്യാമറ കണ്ണുകളുമായിട്ട് നിൽക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ചില ചാരന്മാർ അവിടെയുണ്ട്. ആശുപത്രിക്കുള്ളിലും ഈ പ്രതിപക്ഷ ചാരന്മാർ ഇപ്പോൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇതിനിടയിൽ പാർട്ടിയിൽ ചില തർക്കങ്ങൾ ഇപ്പോൾ ഉടലെടുത്തു. വീണ ജോർജിനെ ഇങ്ങനെ അന്യായമായി ആശുപത്രിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ വലിയ തർക്കം ഇത് സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ തമ്മിലുണ്ടായി. ഒരു കൂട്ടർ പറയുന്നത് ഇതേപോലെ തന്നെ വളരെ ശക്തമായ ചികിത്സ വീണ ജോർജിന് കൊടുക്കണമെന്നാണ്. മറ്റൊരു കൂട്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ട്യൂബും പണ്ടാരവും ഒക്കെ വലിച്ചൂരി വീണയെ എങ്ങനെയെങ്കിലും പുറകുവശത്തെ വാതിലൂടെ കടത്തി വാഹനത്തിൽ കയറ്റി അങ്ങ് പറഞ്ഞു വിട്ടേക്കാനാണ്. അല്ലെങ്കിൽ പാർട്ടി പുലുവാല് പിടിക്കുമെന്നാണ് അവരുടെ വാദം. അത് ഏറെക്കുറെ ശരിയാണ്. ഡോക്ടർമാരും രണ്ടഭിപ്രായമാണ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. ഒരു കൂട്ടം ഡോക്ടർമാർ പറയുന്നത് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്ത് ഡോക്ടർമാർക്ക് തന്നെ നാണക്കേടുണ്ടാക്കുമെന്നാണ്. കെ മുരളീധരൻ ഇതിനിടയിൽ കളത്തിലിറങ്ങി. കെ മുരളീധരൻ പറയുന്നത് നമ്മുടെ എയിംസ് ഇപ്പോൾ കേരളത്തിൽ ഇതുവരെ തുടങ്ങാത്തത് കൊണ്ട് ഡൽഹി എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ കേരളത്തിലേക്ക് അയച്ച് വീണ വിജയൻ്റെ ആരോഗ്യനില പരിശോധിക്കട്ടെ എന്നാണ്. വീണ ജോർജിൻ്റെ കാരണം ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ സംബന്ധിച്ച് അവരൊരു CPM പാർട്ടി ഓഫീസിൽ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും അവിടുത്തെ ആശുപത്രി സംവിധാനവും ഒക്കെയാണ്. പരിയാരം പൂർണ്ണമായി അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നൊട്ട് വിശ്വസിക്കാൻ നമുക്ക് നിർവാഹമില്ല. വീണ ജോർജിൻ്റെ ആരോഗ്യം തന്നെയാണ് പ്രശ്നം. എയിംസിലെ ഡോക്ടർമാരുടെ ഒരു സംഘം വന്ന് വീണയെ പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ ഒരു നിഷ്കളങ്കമായ അഭിപ്രായമായി കാണാനേ കഴിയൂ. കെ മുരളീധരൻ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. പക്ഷെ മറുവശത്ത് ചില സമ്മാന പെരുമഴകൾ നമ്മൾ കണ്ടു. കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് 1 പവൻ സമ്മാനം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്താണ്? വീണ ജോർജിനെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു തെളിവ്, ഒരു ഫോട്ടോ പുറത്തുവിട്ടാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയാൽ 1 പവൻ സമ്മാനം. ഒരുപാട് സമ്മാന പദ്ധതികൾ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരു സമ്മാന പദ്ധതി അനൗൺസ് ചെയ്തിരിക്കുന്നത് കേട്ടു. മുസ്ലിം ലീഗ് ഒരു സമ്മാനം അനൗൺസ് ചെയ്തിരിക്കും. ലക്ഷങ്ങളാണ്. അപ്പോൾ ആളുകൾക്ക് പണം നേടാൻ, പവൻ നേടാൻ ഒരു സുവർണ അവസരമാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഒരുക്കി കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു ദൃശ്യം ഇതുവരെ പുറത്തു വരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ ആവശ്യത്തിലധികം CCTV ഉണ്ട്. അവർ ആ CCTVയിൽ 1 സെക്കൻഡ് പോലും മന്ത്രിയെ ഈ വിഷ്വലിൽ നിന്ന് നഷ്ടപ്പെടാതെ നിരീക്ഷിച്ചു. വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നത് മുതൽ ആ 1ാം പ്ലാറ്റ്ഫോമിലെത്തി, പിന്നീട് നിലവിളി ശബ്ദമിട്ട വാഹനം വരുത്തി അതിൽ ആശുപത്രിയിലേക്ക് വീണ ഇങ്ങനെ തകർത്തടിച്ച് പോകുന്ന രംഗം വരെ എല്ലാം ഉണ്ട്. പക്ഷേ അതിൽ വീണയെ ആക്രമിക്കുന്ന രംഗമില്ല. ഇന്നലെ ഭാഗ്യത്തിന് ഒരു കരിനീല കുപ്പായക്കാരൻ വീണയുടെ അടുക്കലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ. അതൊരു വേഷം മാറിയ യൂത്ത് കോൺഗ്രസ്സുകാരൻ. അവൻ കതറൊക്കെ മാറ്റി കരിനീല ഉടുപ്പിട്ടിറങ്ങിയതാണ് എന്നുള്ള പ്രചരണം വന്നിരുന്നു. പക്ഷേ ഇന്ന് അയാളുടെ മുഖം തെളിഞ്ഞു. അഭിലാഷ് എന്ന് പറഞ്ഞൊരു ഗൺമാനാണ്. വീണ ജോർജിൻ്റെ അതിന് ഗൺമാനാണ്. എങ്ങനെയാണ് വീണയ്ക്ക് പരിക്കേറ്റത് എന്നതിനെക്കുറിച്ച് പല കഥകളിപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത് ഈ ആക്രോശിച്ച് നമ്മൾ പെട്ടെന്ന് നമുക്ക് പക തോന്നി വലിയ ആക്രോശത്തോടെ ഒരു സംഘത്തിൻ്റെ നേർക്ക് തിരിയുമ്പോൾ ഒരു പക്ഷേ കഴുത്ത് വെട്ടാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ ഈ കഴുത്തിൽ വേറെ വേദനയൊക്കെ ഉള്ളവർക്ക് കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞാൽ പോലും കഴുത്ത് വെട്ടും. അങ്ങനെ സംഭവിച്ച ഒരു ദുരന്തമായിരിക്കാം. എന്തായാലും കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തുളുക്കിയത് ഇത്ര വലിയൊരു വാർത്തയായി മാറുമെന്ന് നമ്മൾ കരുതിയില്ല. ആ ഉളുക്കിയ കഴുത്തുമായി അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം അത്ര മെച്ചപ്പെട്ടതാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ. കാരണം അവരിപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെ ICUവിലിരിക്കുന്നു. അപ്പോൾ എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാലും നമ്മുടെ ആരോഗ്യ സംവിധാനം സുസജ്ജമാണ്.
ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർ പുലിവാല് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പാർട്ടി പറയുന്നത് പോലെ ഇനി അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. പരിയാരം മെഡിക്കൽ കോളേജാണ് ഈ പറയുന്നത് പോലെ തന്നെ പാർട്ടിയുടെ അണ്ടറിലുള്ള ഒരിതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ വീണ ജോർജിനും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കണ്ണൂരിലെ പാർട്ടിക്കാർ തീരുമാനിക്കണം. കാരണം ഇതാകെ ഒരു അവിയൽ പരുവത്തിലായിരിക്കുകയാണ്. ഒരു വശത്ത് ഇപ്പോഴും പാർട്ടിക്കാർ പറയുന്നത് അതിക്രൂരമായ ആക്രമണം നേരിട്ടു എന്ന് തന്നെയാണ്. അപ്പോൾ വീണ ജോർജിന് ഇനി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കണ്ണൂരിലെ സഖാക്കളുടെ ഒരു തീരുമാനം പുറത്തേക്ക് വരണം. പാർട്ടി തീരുമാനം പറയണം. മറ്റൊരു വഴിക്കൂടെ ഈ ആശുപത്രി അധികൃതർക്ക് ചില നിർദ്ദേശങ്ങൾ പാർട്ടിയിൽ നിന്ന് പോകുന്നു. ചിരിക്കരുത്, സ്റ്റഡിയായിട്ട് നിൽക്കണം, ഇവിടെ ആരോഗ്യമന്ത്രിക്ക് എന്തോ ഒരു ഗുരുതര രോഗമുള്ളതുപോലെ എല്ലാവരും പെരുമാറണം എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ പോകുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ പുറത്തു വന്ന ഒരു ഫോട്ടോഗ്രാഫ്, അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ്. ഒരു നേഴ്സ്, അവർ ഈ ആരോഗ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അവർക്കറിയാം, അവരറിയാതെ അങ്ങ് പൊട്ടിച്ചിരിച്ചു. അത് ഈ ദൃശ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇതോടുകൂടി ഈ നേഴ്സിനെ ഒറ്റപ്പെടുത്തി പരിയാരം മെഡിക്കൽ കോളേജിൽ നേഴ്സുമാരോടും ഡോക്ടർമാരോടും ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരോടും ഒക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ പ്രശ്നം, അതായത് ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യ പ്രശ്നം സംബന്ധിച്ച് ആരെങ്കിലും ചോദിച്ചാൽ മെഡിക്കൽ ബോർഡ് പറയും എന്ന് മാത്രമേ പറയാവൂ. നിങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിൽ ആരും ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ഒരു അഭിപ്രായ പ്രകടനവും നടത്തരുത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഡോക്ടർമാർക്കൊക്കെ ഭയം, എല്ലാവരുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത നിലയില്ല. നേഴ്സുമാരുടെ ഒക്കെ ഈ ചാനൽ പ്രവർത്തകർ ചെന്ന് വീണ ജോർജിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞങ്ങളോടൊന്നും ചോദിക്കരുത്, ഞങ്ങളോടൊന്നും സംസാരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, വീണ ജോർജിൻ്റെ മുറിയിൽ ചെന്ന് അനാവശ്യമായി ചിരിക്കരുത്, പൊട്ടിച്ചിരിക്കരുത്. ചാനൽ ക്യാമറകളും മൊബൈൽ ഫോണുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ജാഗരൂകരായി പെരുമാറണം. മുഖത്ത് ഒരു സങ്കടഭാവം വരുത്തണമെന്ന് പറഞ്ഞോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ചിരിക്കരുത് എന്നുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു സെറ്റ് ഇട്ടതുപോലെ ഡോക്ടർമാരും നേഴ്സുമാരുമൊക്കെ അഭിനയിച്ച് തകർക്കുകയാണ്. വീണ ജോർജിൻ്റെ ഈ ദുരവസ്ഥ കണ്ട് ഉള്ളിൽ ചിരി പൊട്ടുന്നു എങ്കിലും ചിരിക്കാൻ കഴിയില്ലല്ലോ. കരയേണ്ട ഒരു വേളയല്ലേ, ആരോഗ്യമന്ത്രിയല്ലേ ഇങ്ങനെ തളർന്നു കിടക്കുന്നത്. വല്ലാത്ത അവസ്ഥ തന്നെ. ഈ എന്തെങ്കിലും ഒരു അവരെ ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിടാൻ കഴിയുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ, വാഗ്വാദങ്ങൾ, പോർവിളികളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ നമ്മൾ ഈ ഗൺമാനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ചിലർ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് വന്ന ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളാണ്. അതായത് വീണ ജോർജിന് അടുത്തേക്ക് പോലും KSUക്കാർ എത്തുന്നില്ല. അതിനു മുൻപ് തന്നെ പോലീസ് അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഒരു പിടിവലിയും ഉന്തും തള്ളും, അതിനിടയിൽ ഞെരുങ്ങിപ്പോകുന്ന വീണ ജോർജിനെയും നമ്മൾ കണ്ടു. പക്ഷെ അതിനിടയ്ക്കൂടി ഒരു കറുത്ത ബാഗിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട്. അത് ഈ വീണ ജോർജിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടാണ് അത് വന്ന് നിൽക്കുന്നത്. ആ ബാഗ് ഇങ്ങനെ തട്ടി അവിടുന്ന് വലിച്ചെടുക്കുന്ന പോലെ ഒരു ചെറിയ ഒരു വീഡിയോ പോലെ അതിനകത്ത് വ്യക്തമായി കാണാം. ഈ പറയുന്ന ബാഗ് ഈ ഗൺമാന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് എന്ന് ഇപ്പോൾ ചില ആൾക്കാർ ഒരു വാദം ഉയർത്തിവിടുന്നുണ്ട്. അല്ല, അത് ഗൺമാന്റെ കയ്യിലെ ഒരു മെറ്റീരിയലാണ്. ഒരു ചെറിയ കറുത്ത ഒരു സംഭവം ഒന്ന് മിന്നുന്ന ഒരു ഇത്. പക്ഷെ അത് ഗൺമാന്റെ കയ്യിലാണ്, മറ്റൊരാളും അവിടെ ഇല്ല. 4-5 KSU പിള്ളേർ, ഒരു 10-30 കടാഗടിയന്മാരല്ലേ പോലീസ് അവിടെ നിൽക്കുന്നു. അവരുടെ അടുത്ത് വല്ലതും ചിലവാകുമോ? പോലീസ് വലയം തീർത്താണ് നിൽക്കുന്നത്. നമ്മൾ കണ്ട അവർ കൈകോർത്താണ് നിൽക്കുന്നത്. അങ്ങോട്ട് ഈ KSU പിള്ളേർക്കൊന്നും കടക്കാൻ കഴിയില്ല. ഗൺമാൻ, ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വീണ ജോർജിന്. KSU പിള്ളേർ വന്നതിനേക്കാൾ പേടിച്ച് വേഗത്തിൽ ഓടുന്ന കാഴ്ചയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരു കുഴപ്പവുമില്ല എന്ന് MRI പരിശോധനയിൽ മനസ്സിലായി. എങ്കിലും ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്നു. പക്ഷേ 5 KSU വിദ്യാർത്ഥികൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് ദീർഘകാലത്തേക്ക്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്നലെ രാത്രി തന്നെ അവരെ ഹാജരാക്കി. അവർക്ക് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രിയെ, കേരളത്തിലെ വനിതാ മന്ത്രിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന മാരകമായ കുറ്റമാണ്. അതും ആയുധങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും രൂക്ഷമായ വകുപ്പുകളിട്ടാണ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതായത് കഴുത്തിന് നേരെ ആക്രമിക്കാൻ ചെന്നു എന്നാണ്. അല്ല, കഴുത്തിന് നേർക്ക്. അപ്പോൾ വലിയൊരു തമാശയുള്ളത്, ഇന്നിപ്പോൾ MRI സ്കാനിങ്ങിൽ ഈ ഡിസ്കിൽ ഒരഞ്ഞ് ഒരു ഞരമ്പിന് നീർവീക്കം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഞരമ്പ് നോക്കി ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാം. ഇന്നലെ തൊട്ട് പറയുന്നത് ഈ കഴുത്ത്, ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുകയാണല്ലോ ലക്ഷ്യം, കഴുത്തിന് നേർക്കുള്ള ആക്രമണം. 2 ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസ്സുകാർ ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ കൃത്യമായി ആരോഗ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് എന്ന തലത്തിൽ കൃത്യമായൊരു പ്രചരണത്തിന് അവർക്ക് കഴിഞ്ഞു. ഇവിടെ ഈ വലിയൊരു
ഒരു വശത്തൂടെ ഈ വീണ ജോർജ് ഉണ്ടാക്കി വെച്ച നാടകം കളി വലിയ നാണക്കേടായി പാർട്ടിക്ക് മാറിക്കഴിഞ്ഞു. കാരണം ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു ഇതിന് പിന്നിലൊരു കൃത്യമായ നാടകം കളിയാണ് എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചിന്താ ജെറോം കൊല്ലത്ത് DYFI പ്രവർത്തകരുമായി ചേർന്ന് അവിടെ ഒരു പന്തം കൊളുത്തി പ്രതിഷേധ ജാഥ നടത്തി. ആ ജാഥയിൽ വിളിച്ച ഒരു മുദ്രാവാക്യം ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയായി CPM മാറിയിരിക്കുകയാണ്. അതായത് അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പന്നികളെ എന്ന് വിളിച്ചുകൊണ്ട് KSUക്കാരെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചത്. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മുദ്രാവാക്യം അതിപ്പോൾ വലിയ പ്രതിഷേധമായി മാറുന്നു. ചിന്താ ജെറോമിന് നേരെ മുതിർന്ന CPM പ്രവർത്തകർ വിമർശനം ഉന്നയിക്കുന്നു. കിട്ടിയാലും പഠിക്കാത്ത കുറേ ആൾക്കാരായിട്ട് ഇവർ മാറുകയാണ്. അല്ല, അച്ഛനില്ലാത്ത നേരത്തെ അമ്മയ്ക്കുണ്ടായ പന്നികളെ അല്ല, ഈ പന്നികൾക്ക് എന്താണ് പ്രത്യേകത? അത് അവർ തന്നെ വിശദീകരിക്കട്ടെ. എന്തായാലും ഇതൊക്കെ CPMലൊരു സാധാരണ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഈ മൊബൈൽ ക്യാമറ സംവിധാനങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ജനം കേൾക്കുന്നു, അറിയുന്നു. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഇനി വീണ ജോർജിനെ എങ്ങനെ ഈ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തും? പാവ പെട്ടുപോയൊരവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ, കണ്ണൂരിലാണ്, പാർട്ടിയുടെ ഒരു കോട്ടയിലാണ് ഇപ്പോൾ വീണ ജോർജ് കിടക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ അത്ര പെട്ടെന്ന് എഴുന്നേറ്റ് പോരാനൊന്നും കഴിയില്ല. ഇനി വീണ ജോർജിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചാലോ മിനിമം ഒരു 2 മാസത്തേക്കെങ്കിലും ഈ സ്ട്രക്ചറോ അല്ലെങ്കിൽ വടിയോ ഒക്കെ കുത്തി നടത്തേണ്ടി വരും. കാരണം ഇത്ര വലിയ ആക്രമണത്തിന് വിധേയമായ വീണ ജോർജ് ഇനി 2 ദിവസം കഴിഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്നത് ഈ ചാനൽ ക്യാമറകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിൽ പരമൊരു അപമാനമുണ്ടോ? അപ്പോൾ വീണ ജോർജിനെ ഇനി ദീർഘകാലത്തേക്ക് വളരെ പരിമിതമായ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വരും ഒരു വശത്ത്. 2, ഒരു ആശുപത്രിയെ സെറ്റിട്ട് മാറ്റിയിരിക്കുകയാണ് ഇത്തരമൊരു ദുരന്ത വേള സൃഷ്ടിക്കാൻ. ഇതിൽ പരമൊരു അഭിനയം നമ്മൾ കാണാനില്ല. ഒരു മന്ത്രി അസാധാരണമായി അഭിനയിക്കുന്നു, അതിന് എരിവും പുളിയും കൂട്ടാൻ ഒരു ആശുപത്രി സെറ്റിട്ട് മാറ്റിയിരിക്കുന്നു. ഇപ്പോഴും ICUയിൽ കിടക്കുന്ന വിചിത്ര രംഗം കണ്ട് കേരളം ഊറിച്ചിരിക്കുന്നു. അപ്പോൾ വീണ ജോർജിനെ സംബന്ധിച്ച് ഇനി എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് രക്ഷപ്പെടുക, അത് മാത്രമേ അവർക്ക് മുന്നിലൊരു ലക്ഷ്യമുള്ളൂ. കാരണം പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് വീണ ജോർജ് ഒന്ന് പേടിക്കും. കാരണം നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ പോലും അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ പരിയാരം മെഡിക്കൽ കോളേജിലാണ്. മറ്റൊരു കാര്യം, വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജ് ഒരു നല്ല മികച്ച അഭിനേത്രിയാണ് എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തി കാണിക്കുന്നുണ്ട്. അതായത് നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതുപോലെയുള്ള നാടകം കളികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് ഒരു വീട്ടമ്മ മരിച്ചപ്പോൾ മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി വളഞ്ഞപ്പോൾ വീണ ജോർജ് നിന്ന നിപ്പിൽ ബോധം കെട്ട് വീണ ആളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നാടകം കളികൾ ഇതിനു മുൻപും പുറത്തെടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇനി തെരഞ്ഞെടുപ്പിൽ ഒരു അവസരം കൊടുക്കാൻ പാർട്ടി തയ്യാറാകുമോ? കാരണം വലിയ വിമർശനം അവർക്ക് നേരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സഭയും ഏകദേശം അവരെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു അവസ്ഥയിലാണ്. വീണ ജോർജ് സുരക്ഷിതയായി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പരിയാരം, നേരത്തെ പ്രക്ഷോഭ പറഞ്ഞതുപോലെ പരിയാരം മെഡിക്കൽ കോളേജിൽ എല്ലാം ഭദ്രമെന്നാണ് നമ്മൾ പുറമേക്ക് കരുതുന്നത്. പക്ഷെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ വലിയ ആവശ്യമുണ്ട്. ഒരു ആരും അവിവേകമൊന്നും കാണിക്കരുത് എന്ന് മാത്രമേ നമുക്കിവിടെ ആഗ്രഹിക്കാൻ കഴിയൂ. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUയിൽ കഴുത്തിന് വേദനയോടെ ആരോഗ്യമന്ത്രി കിടക്കുമ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു വാർത്തയിന്ന് പ്രക്ഷോഭ വായിച്ചിരിക്കും. അവിടെ ഒരു ജനറൽ ആശുപത്രിയിലേക്ക് എന്നൊരു രോഗി, ഒരു പാവൻ രോഗി, ഡോക്ടറെ ഒക്കെ കണ്ടൊരു മരുന്നിന് കുറിപ്പട കൊടുത്തു. കുറിപ്പടയായിട്ട് നിന്ന് വലിയ ക്യൂവാണ് ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ. ആ ക്യൂവിൽ സുരക്ഷിതമായി നിൽക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ക്യൂവിൽ കയറി ഈ പാവം സാധു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നു. ഒരു ചക്ക നേരെ തലയിലേക്ക്. ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ കടന്നു ചെന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സാധാരണക്കാർക്കൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരവസ്ഥ സാധാരണക്കാരുടെ കാര്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് മറുവശത്തൊരു മന്ത്രിക്ക് കൊടുക്കുന്ന ഈ അമിത പരിഗണന, അതും വെറും നാടകമാണ്, കാപട്യമാണ് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ജനങ്ങൾ എത്രമാത്രം മറുതലിക്കുമെന്ന് ഓർക്കുക. അല്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ രോഗികൾ ഒരുപാട് എത്തുന്ന ഒരു ആശുപത്രിയാണ്. അവിടെയാണ് ഇതുപോലെ ഡോക്ടർമാരെ മുഴുവൻ ഈ പറയുന്ന വീണ ജോർജിൻ്റെ പാറാവുകാരായിട്ട് നിർത്തിക്കൊണ്ടുള്ള ഈ നാടകം കളി നടക്കുന്നത്. നല്ല വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കേരളത്തിൻ്റെ ഈ പോക്ക്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. അപ്പോൾ എന്ത് കളിയും കളിക്കും എന്ന് വ്യക്തമാക്കുകയാണ്. വീണ ജോർജിന് ഇന്നലത്തെ റെയിൽവേ സ്റ്റേഷനിലെ ആ നാടകവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമൊക്കെ. നമ്മൾ എന്തുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിലെ സംഭവങ്ങൾ വീണ്ടും വിശദീകരിക്കാത്ത? നമ്മൾ പലവട്ടം വാർത്തകളിലൂടെയും അല്ലാതെയും ഒക്കെ അക്കാര്യം വളരെ വിശദമായി ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, പാർട്ടിയെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് വീണ ജോർജിനെ ആശുപത്രിയിൽ നിന്ന് മാറ്റിയില്ല എങ്കിൽ
ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളിലും ശക്തമായ ട്രോളുകൾ ഉയരും. ജനങ്ങൾ ഇതിനെ പരിഹസിക്കും. എങ്ങനെയെങ്കിലും ആ വീണ ജോർജിനെ വിളിച്ച് പാർട്ടി രക്ഷപ്പെടട്ടെ, അത് മാത്രമേ നമുക്കിപ്പോൾ പാർട്ടി ഉപദേശിക്കാൻ കഴിയൂ. ഇതിന് AK സെൻറ്ററിൽ നിന്ന് എത്ര ക്യാപ്സ്യൂളുകൾ ഇറക്കിയാലും MP നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ എത്ര PR വർക്ക് ചെയ്താലും ഇപ്പോഴുണ്ടായ ഈ മാരകമായ ഈ വീഴ്ച, പരിക്ക് അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല. ഇപ്പോഴും വൈകിട്ടില്ല. അവർക്കൊരു പ്രസ്താവന നടത്താവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ പോലീസുകാർ അങ്ങനെ കൂടിയപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാഗ് എൻ്റെ കഴുത്തിൽ തട്ടിയതാണ്, എനിക്ക് ഓൾറെഡി കഴുത്തിന് പ്രശ്നമുണ്ട്, അങ്ങനെ സംഭവിച്ചതാണ്, അല്ലാതെ KSUക്കാർ ആക്രമണം നടത്തിയിട്ടല്ല എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് എന്ന് തുറന്ന് സമ്മതിക്കാൻ ഇനിയും വൈകിട്ടില്ല. പക്ഷെ ഇപ്പോഴും അവരതിന് തയ്യാറാകുന്നില്ല. പാർട്ടി അതിനൊരു മുതിരുന്നില്ല. ഈ സർക്കാരും ഈ പറയുന്ന നാടകം കളിക്ക് കൂട്ടുനിന്ന് കൊടുക്കുന്നു. പക്ഷെ ഇപ്പോഴും ഈ KSU പ്രവർത്തകർ വീണ ജോർജിനെ ആദ്യം MP ജയരാജൻ പറഞ്ഞത് പെടലിക്ക് പിടിച്ച് തിരിച്ചെന്ന്, MP ഗോവിന്ദൻ പറഞ്ഞ കഴുത്തിൽ മാരകായുധം വെച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചെന്ന്. എങ്ങനെയാണ് വീണ ജോർജിനെ ഉപദ്രവിച്ചത് എന്ന കാര്യത്തിൽ പോലും പാർട്ടിയിൽ ഒരു ഏകാഭിപ്രായമില്ല. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യതയോടെ വിവരിക്കുമല്ലോ. ഇതാണ് സംഭവിച്ചത്, അതുപോലും പാർട്ടിക്ക് നിശ്ചയമില്ല. പിന്നെ എന്തിനാണ് ഈ നാടകം? പിന്നെ എന്തിനാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ ഒരു മന്ത്രി വെറുതെ വിളിച്ചു കൂവിയത്? ഷംസീറുമായുള്ള ഒരു കൂടിക്കാഴ്ചയിലാണ് എല്ലാം തകിടം മറിഞ്ഞത്. ഷംസീറിൻ്റെ ബുദ്ധിയാണ്, ഷംസീർ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. മുരളീധരൻ ഇത് തന്നെയാണ് പറഞ്ഞത്. സ്പീക്കറെ കാണുന്നത് വരെ വളരെ നോർമലായി കടന്നു ചെന്ന വീണ ജോർജ് സ്പീക്കറുമായി സംസാരിക്കുന്നു. പെട്ടെന്ന് സ്പീക്കർ പിണറായിയെ വിളിക്കുന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് തളർന്നു വീഴാൻ തുടങ്ങുന്ന വീണ ജോർജിൻ്റെ വാർത്തകളാണ്. അവിടെ നിന്ന് ഒരു വിധത്തിൽ പുറത്തേക്ക് വന്ന് നിലവിളി ശബ്ദമിട്ട് നേരെ ജനറൽ ആശുപത്രിയിലേക്ക്, അതിനുശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക്. എന്തായാലും വീണയുടെ ജീവൻ ഇപ്പോഴും സുരക്ഷിതമാണ് എന്നത് കേരളത്തിന് ആശ്വാസമാണ്. അത് സുരക്ഷിതമായി തന്നെ അവിടെ ഭദ്രമായിരിക്കട്ടെ. കൂടുതൽ അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഒന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ കേൾക്കുന്ന ആ ദുരന്ത വാർത്തകൾ വീണയുടെ കാര്യത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഡോക്ടർമാരും അവിടുത്തെ ആശുപത്രി ജീവനക്കാരും ഒക്കെ ശ്രദ്ധിക്കട്ടെ. അതുമാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ. ഇവിടെ ഒരു കാര്യം ചോദിക്കാനുള്ള, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ടാണ്. അതായത് ഒരു ചെറിയ വേദനയായിട്ട് ചെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ICUവിൽ കയറ്റി ഒരു വലിയ പരിചരണമാണ് കൊടുക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ സദാസമയം നിരീക്ഷണത്തിലാണ് എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും. അവിടുത്തെ എല്ലാ ഡോക്ടർമാരും എല്ലാം വീണ ജോർജിന് ചുറ്റുമുണ്ട്. ഇതെങ്കിലും കണ്ടിട്ട് പിണറായി വിജയൻ ഇനി ഈ നമ്പർ 1 ആരോഗ്യ മേഖലയെ മനസ്സിലാക്കി അമേരിക്കയിലേക്കുള്ള ഈ പോക്കൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. അല്ല, പിണറായി വിജയൻ അമേരിക്ക ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഒരു പക്ഷേ വീണയും പിണറായി വിജയൻ ഉപദേശിക്കാനിടയുണ്ട്. ഇവിടുത്തെ പ്രാഥമിക ചികിത്സകൾക്കൊക്കെ ശേഷം അമേരിക്കയിൽ പോയി ഒരു വിദഗ്ധ പരിശോധന നടത്തി എന്തെങ്കിലും ഇനി ഉളുക്കോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ. വീണ ജോർജ് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഒരുക്കമെന്ന നിലയിലാണ് ഇന്നലെ ആശുപത്രിയിലേക്കുള്ള ആ നാടകങ്ങളി. അത് പക്ഷേ അവർക്ക് അട്ടപടലം വലിയ പാളിച്ചയായിരിക്കുന്നു, വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇനി ഇത്രയും കാലം കഴിവുകെട്ട മന്ത്രി, ആരോഗ്യമേഖലയെ നശിപ്പിച്ചവൾ എന്നൊക്കെയുള്ള പേരായിരുന്നു വീണ വിജയന് മേൽ ചാർത്തപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആളുകൾ കള്ളി എന്ന് വിളിക്കുക, അതുപോലെ അഭിനയം, കള്ളത്തരം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അവരുടെ നേർക്ക് വീണിരിക്കുന്നു. ഒരു പുതിയ ഒരു വലിയ വീഴ്ചയാണ് നമ്മൾ വീണ ജോർജിൻ്റെ കാര്യത്തിൽ കണ്ടത്. ഇത് പക്ഷേ പാർട്ടിയെ അതിഭയങ്കരമായി ബാധിച്ചിരിക്കുന്നു. CPM പാർട്ടി പാതാളക്കുഴിയിലല്ല, അതിലും താഴെയാണ്. ഈ വീണ ജോർജിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഊർത്തി കളഞ്ഞില്ലെങ്കിൽ ഈ സംവിധാനം രക്ഷപ്പെടാനും വലിയ പാടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാത്തിരുന്ന് കാണാം. എന്തായാലും വീണ ജോർജ് ഇപ്പോഴും അബോധാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഓരോരുത്തരും പോയി കാണുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള എല്ലാ നേതാക്കളും വീണ ജോർജിനെ കാണുന്നതിന് വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം PK ശ്രീമതി പോസ്റ്റും പങ്കുവച്ചിരുന്നു വീണ ജോർജിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ CPMൻ്റെ നേതാക്കളൊക്കെ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളിലെല്ലാം വീണ ജോർജ് അതിമാരകമായി ആക്രമണം നേരിട്ട് കിടക്കുന്ന ഒരു ചിത്രമാണ് കാണാനുള്ളത്. എന്തായാലും ഇത് ഒട്ടും നല്ലതിനല്ല CPMന് എന്ന മുന്നറിയിപ്പ് ജനങ്ങൾ കൊടുക്കുകയാണ്. കാരണം ഇവർ കൊണ്ടുവന്ന ഈ നാടകം കളി അത് പൊളിച്ചടുക്കി ജനങ്ങൾ തന്നെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.